പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 3ാം ക്ലാസ്സിൻ്റെ പുതിയ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ക്വസ്റ്റ്യൻ, പാദവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു മോഡൽ പരീക്ഷ, അതിൻ്റെ അവലോകനമാണ് നടത്തുന്നത്. ഈ വർഷത്തെ ലിസാനുൽ ഖുർആനിൽ 4 പാഠങ്ങളാണ് ഈ പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്നത്. ഒന്ന്, 2ാം ക്ലാസ്സിൽ പഠിച്ച ഭാഗം ആവർത്തിക്കലാണ്. അതിൽ പഠിച്ച ഈ വർഷത്തെ കുട്ടികളത് പഠിച്ചിട്ടുണ്ടാവില്ല, എന്നാലും ചിലതൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവർത്തനമായിട്ടാണ് 3ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠമുള്ളത്. അതിൽ മനസ്സിലാക്കേണ്ടത്: 1 അന, ഞാൻ; അൻത ആണാവുമ്പോൾ നീ; അൻതി പെണ്ണാവുമ്പോൾ നീ; ഹാദ ഇത് അല്ലെങ്കിൽ ഇവൻ; ഫി എന്ന് പറഞ്ഞാൽ ഇൽ; പിന്നെ ഹാദിഹി ഹാദ എന്നുള്ളതിൻ്റെ പെണ്ണ്; ഹാദാഞ്ഞ പിന്നെ മുദക്കറാവുമ്പോൾ ഹാദ, അതായത് പുല്ലിംഗമാകുമ്പോൾ ഹാദ, അതിൻ്റെ മുഅന്നസാകുന്ന സമയത്ത് സ്ത്രീലിംഗമാകുമ്പോൾ ഹാദിഹി എന്നും പറയും. പിന്നെ അല, അതുപോലെ തന്നെ അല എന്ന് പറഞ്ഞാൽ മേൽ; മൻ എന്ന് പറഞ്ഞാൽ ആര്; ഹാദ ഹാദിഹി, പിന്നെ അതുപോലെ തന്നെ ദാലിക്ക ദൂരത്തുള്ളത്; ഹാദ എന്നുള്ള അടുത്തുള്ളതാകുമ്പോൾ, അതേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദൂരത്താവുമ്പോൾ ദാലിക്ക ദാറ്റ് എന്നുള്ള അർത്ഥത്തിന്; തിൽക്ക അതിൻ്റെ സ്ത്രീലിംഗം; അതുപോലെ തന്നെ മാ എന്ത്; മൻ ആര്; ഐന എവിടെ; അബി എൻ്റെ ഉപ്പ; കലമി എൻ്റെ പേന. ഇതൊക്കെയാണ് ഈ പാഠത്തിൽ ആവർത്തനമായി കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഈ വർഷം 4ാമത്തെ പാഠത്തിൽ വീണ്ടും അവ വരുന്നുമുണ്ട്. ഇസ്തിഫാമിൻ്റെ അക്ഷരങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ചിലതൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി പഠിക്കുകയാണ് വേണ്ടത്. അതോടുകൂടെ അതിൽ എണ്ണങ്ങളെ ചെറിയൊരു പരിചയപ്പെടുത്തൽ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതൊന്ന് വിശകലനം ചെയ്യാണ്. ഇതിൽ 1ാമത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നുക്കമ്മിലു ബിൽ മുനാസിബീന, യോജിച്ചത് കൊണ്ട് നമുക്ക് പൂരിപ്പിക്കാം. യോജിച്ചതെടുത്തിട്ട് പൂരിപ്പിക്കാനാണുള്ളത്. ഓക്കെ, 1ാമത്തേതായിട്ടുള്ളത് എന്താണ്? ഇതിൽ പൂരിപ്പിക്കാനുള്ള വസ്തുക്കളായിട്ട് കൊടുത്തിട്ടുള്ള അക്ഷരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ള ഹൽ, ഐന, അൻത, അൻതും, തദ്ഹബു, യദ്ഹബു, ഹും. ഇവിടെ 1ാമത്തെ ഹൽ എന്ന് പറഞ്ഞാൽ ആണോ ഉണ്ടോ എന്നർത്ഥത്തിന്; ഐന എന്ന് പറഞ്ഞാൽ എവിടെ; അൻത എന്ന് പറഞ്ഞാൽ നീ എന്ന് പുരുഷനോട് പറയുമ്പോൾ; അൻതും എന്ന് ഒരുപാട് പുരുഷന്മാരോട് നിങ്ങൾ എന്നർത്ഥത്തിന്; തദ്ഹബു എന്ന് പറഞ്ഞാൽ നീ പോകുന്നു, അതായത് പുരുഷനോട്; അവൾ പോകുന്നു, നീ പോകുന്നു എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും. ഇവിടെ അവൾ പോകുന്നു, ഒരു പെണ്ണ് പോകുന്നു എന്ന് നമ്മൾ പറയുന്നതിനാണ് തദ്ഹബു ഉപയോഗിക്കുക. യദ്ഹബു പുരുഷൻ പോകുന്നു എന്നർത്ഥത്തിന്, പുരുഷനായ ഒരാൾ. ഇപ്പോൾ സെയ്ദുൻ യദ്ഹബു, സെയ്ദ് പോകുന്നു. മറ്റേ സൈനബ് തദ്ഹബു, സൈനബ് പോകുന്നു. ഇങ്ങനെ പെണ്ണും ആണിനും മാറ്റം വരുന്നതാണിത്. ഇതന്നെ ഹാലറായിട്ട് വരുന്നിടത്ത് വേറെ രൂപത്തിൽ പിന്നീട് അവർ തൊട്ടടുത്ത പാഠത്തിൽ പഠിക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ വർഷത്തെ 2ാം ക്ലാസ്സിലെ, അതായത് ഇപ്പോൾ പുതിയ പാഠപുസ്തകമായ 2ാം ക്ലാസ്സിൽ വന്നതിൻ്റെ ആവർത്തനമായിട്ട് വന്നിട്ടുണ്ട്. അതേമാതിരി ഇക്കൊല്ലം പഠിച്ചതുമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ പാടെ കൂടിയിട്ടാണ് അവർക്ക് ഈ പ്രവർത്തനം വന്നിട്ടുള്ളത്. പിന്നെ ഹും എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ, അവർ എന്നർത്ഥത്തിന്. അപ്പം നമുക്കൊന്ന് പൂരിപ്പിച്ച് നോക്കാം. യബിനു, ഇബിനു എന്നുണ്ട്, യബിനു അതായത് യബിനു മോനെ. അപ്പം ഇനി പറയേണ്ടത് മോനെ, അവൻ നമ്മൾ പറയില്ല, നീ എന്നാണ് പറയേണ്ടത്. ദാരിസുൻ വിദ്യാർത്ഥിയാണ്. അപ്പോൾ മോനെ നീ വിദ്യാർത്ഥിയാണ് എന്നാണ്. അപ്പോൾ ഇവിടെ നീ എന്നുള്ളതിന് നമുക്ക് നോക്കുക. ഹല്ലാണോ, ഐനയാണോ, അൻതയാണോ, അൻതും എന്നാണോ, തദ്ഹബു എന്നാണോ, യദ്ഹബു എന്നാണോ, ഹും എന്നാണോ? ഇതിനൊക്കെ അർത്ഥം പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. നിങ്ങൾ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കുക. എന്താ ഉത്തരം? അൻത, അൻത. അപ്പം അൻത ദാരിസുൻ. ഇനി കുറേ ആളുകളോടാവുമ്പോൾ യാ അബ്നാഉ, അല്ലേ, മക്കളെ. ഇതും ആണുങ്ങളാണ്, അതേപോലെ തന്നെ ബഹുവചനാണ്. അപ്പോൾ അതിന് രണ്ടിനും കൂടെ വരുന്നതാണിത്. അൻത, അൻതുമാ, അൻതും, അല്ലേ, നിങ്ങൾ പുരുഷന്മാർ. അപ്പോൾ അൻതും ദാരിസൂന, നിങ്ങൾ വിദ്യാർത്ഥികളാണ്. ഇവിടെ ഉലായിക്ക എന്ന് പറഞ്ഞാൽ അവർ എന്നർത്ഥത്തിനാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഹുലായിക്ക അവർ, ഹാ ഉലായി ഇവർ. അപ്പോൾ ഹാദാനി ഹാ ഉലായി, ദാനിക്ക ഉലായിക്ക. അത് ദാലിക്കൻ്റെ ബഹുവചനാണെന്ത്? ഉലായിക്ക, അവർ. അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ പിന്നെ അതിന് യോജിച്ചതിലേതാ? ഹൽന്ന് യോജിക്കൂല, ഐന യോജിക്കൂല, അൻത യോജിക്കൂല, അൻതും യോജിക്കൂല, തദ്ഹബു യോജിക്കൂല, യദ്ഹബു യോജിക്കൂല, ഹും. അപ്പോൾ ഉലായിക്ക ഹും മുൽ മുഫ്ലിഹൂൻ. ദായത്താണ്. ഉലായിക്ക അവർ, ഹും അവർ തന്നെ. അടുത്ത തൗക്കീദിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ ശക്തി കൊടുക്കാനാണ്. ഹും എന്ന് പറഞ്ഞാലും അവർ തന്നെയാണ്, ഉലായിക്ക എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് വിജയികൾ.
ഇനി ഇവിടെ ബൈത്തുക്കും നിങ്ങളുടെ വീട് ഡാഷ്, നിങ്ങളുടെ വീട് ഡാഷ്. അപ്പോൾ ഇതിനേതാ, നിങ്ങളുടെ വീടാണോ എന്ന് ചോദിച്ചാൽ ഒരു അർത്ഥമില്ലല്ലോ. നിങ്ങളുടെ വീടുണ്ടോ, അതിനൊന്നും ഒരു ജുംല പൂർത്തിയാണില്ല. അപ്പോൾ അത് അടുത്ത് നോക്കി, ഐന ബൈത്തുക്കും, നിങ്ങളുടെ വീട് എവിടെ. അപ്പോൾ നല്ല സൂട്ടായി. ഓക്കെ. ഇനി ഇവിടെ ഇന്ദക്ക ദറാജത്തുൻ, ഇന്ദക്ക ഞാൻ നിൻ്റെ അടുത്ത്, ദറാജത്തുൻ സൈക്കിള്. അപ്പോൾ നിൻ്റെ അടുത്ത് സൈക്കിള് ഉണ്ടോ, ഹൽ. ഹൽ ഇന്ദക്ക ദറാജത്തുൻ. അപ്പോൾ അത് നമുക്ക് ഇതേമാതിരി വാക്യമൊക്കെ പറഞ്ഞു പഠിക്കാം. ഹൽ ഇന്ദക്ക കലമുൻ, ഹൽ ഇന്ദക്ക ഹക്കീബത്തുൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിക്കാം. അപ്പോൾ ഹൽ ഇന്ദക്ക ദറാജത്തുൻ, നിൻ്റെ അടുക്കൽ സൈക്കിളുണ്ടോ. അതൊക്കെ കൂടെ അങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്ന് നോക്കുക ഓരോന്ന്, എന്നിട്ട് ബാക്കി ഉസ്താദിൻ്റെ വോയിസ് ബാക്കി നിങ്ങൾ കേട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ശരിയായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇനി അടുത്ത് ഡാഷ് അൽ ബിന്തു ഇലൽ മദ്രസ, പെൺകുട്ടി മദ്രസയിലേക്ക് പോകുന്നു എന്നാണ്. അപ്പോൾ പെൺകുട്ടിയാണ്, പെൺകുട്ടിക്ക് യോജിച്ച് നമ്മളിവിടെ പറഞ്ഞല്ലോ, ആണാകുമ്പോൾ യദ്ഹബു, പെണ്ണാകുമ്പോൾ തദ്ഹബു. അപ്പോൾ ഇവിടെ ബിന്തു എന്നായതുകൊണ്ട് എന്ത് വേണം, തദ്ഹബു എന്ന് പറയണം അല്ലേ. തദ്ഹബുൽ ബിന്തു ഇലൽ മദ്രസത്തി. ഇനി ഇവിടെ അപ്പോൾ പെൺകുട്ടി മദ്രസയിലേക്ക് പോകുന്നത്. ഇനി ഇവിടെ ആൺകുട്ടി പള്ളിയിലേക്ക് പോകുന്നു എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ആൺകുട്ടിക്ക് ഏത് വേണം, യദ്ഹബു. യദ്ഹബുൽ വലതു ഇലൽ മസ്ജിദി, ആൺകുട്ടി പള്ളിയിലേക്ക് പോകുന്നു. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നുജീബു ഫിൽ ലുഗത്തിൽ അറബിയാന്ന. ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം, നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ഇതൊക്കെ വന്നിട്ടുണ്ട്, കഴിഞ്ഞതിൻ്റെ ആവർത്തനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇതിന് സമാനമായ ഉത്തരങ്ങൾ കിതാബിലൊക്കെ പഠിച്ചതുപോലെ നിങ്ങൾ പറയണം. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചു നോക്കുക. ഒന്ന്, മാദാലിക്ക, അതെന്താണ്. ഇപ്പോൾ കോയിനെ പറ്റിയാണ് ചോദിക്കുന്നത്, പൂവൻ കോയിനെ പറ്റിയാണ് മാദാലിക്ക എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പൂവൻ കോയിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കുറച്ച് ദൂരത്ത് കാണുമ്പോഴാണ് അങ്ങനെ ചോദിച്ചത്, മാദാലിക്ക, വാട്ട് ഈസ് ദാറ്റ്. അപ്പോൾ അതിന് മറുപടി എന്ത് പറയും, ദാലിക്ക ദീക്കുൻ. പൂവൻ കോയിക്ക് ദീക്കുൻ എന്നാ പറയാം, ദാലിക്ക ദീക്കുൻ. അങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്. അപ്പോഴാണ് പൂർണ്ണ ഉത്തരവുള്ളൂ. അതിന് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ പറയണം. ഇനി ദീക്കുൻ എഴുതിയാലും കുറച്ച് മാർക്കൊക്കെ കിട്ടും. അപ്പോൾ ദാലിക്ക ദീക്കുൻ അങ്ങനെ തന്നെ, അത് പൂവൻ കോയിയാണ്, അങ്ങനെ തന്നെ മറുപടി പറയണം. ഇനി ഐനൽ ഹിറത്തു, പൂച്ച എവിടെ, പൂച്ച എവിടെ എന്നാ ചോദ്യം. അപ്പോൾ വെർ ഈസ് ദ ക്യാറ്റ്, അതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അതിന് മറുപടി ആണ്, പൂച്ച എവിടെയുള്ളത്, മരത്തിൻ്റെ മുകളിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്, എങ്ങനെ പറയാം, എന്താണ്, അൽ ഹിറത്തു അല ഷജറത്തി, അൽ ഹിറത്തു അല ഷജറത്തി, പൂച്ച മരത്തിന്മേലാണ്. നമ്മുടെ പുസ്തകത്തിൽ ഒന്നാമത്തെ പേജിൽ തന്നെ നമ്മൾ പഠിച്ചാണ്. വേറെ രൂപത്തിലൊരു ചോദ്യം വന്നിക്കണ്, അല്ല അവിടെ ചോദ്യമല്ല, ഇപ്പോൾ അവിടെ ചോദ്യമായി. അപ്പോൾ നമ്മൾ ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണ്, അൽ ഹിറത്തു അല ഷജറത്തി, പൂച്ച മരത്തിന്മേലാണ്. ഇനി അടുത്ത ഇവിടെ ചോദ്യം, ഐനൽ കലമു, പേന എവിടെ, പേന എവിടെയെന്ന് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. എവിടെ പേന, കീശിയിൽ പേന ഉണ്ട് അല്ലേ, അതും നമ്മൾ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ എങ്ങനെ പറയാം, അൽ കലമു ഫിൽ ജൈബി അല്ലേ, കീശക്ക് ജൈബ്. അൽ കലമു ഒന്നാമത്തെ പേജിൽ നമ്മളെ അത് പിന്നെ ലിസാനുൽ ഖുർആൻ്റെ ഒന്നാമത്തെ പേജിൽ അതൊക്കെ വന്നിട്ടുണ്ട്. അൽ കലമു പേന ഫിൽ ജൈബി, എവിടെയാണ്, കീശയിലാണ്. ഇങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. മൂന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനുഅയ്യിനുൽ ഫിഅലൽ മുദാരിഅ മിനൽ ആത്തിയാന. ഇത് നമ്മളെ ഓരോ പാഠഭാഗത്തിലും ഓരോ പാഠം പഠിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ആയത്തുകൾ ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മുദാരിയായ പാഠം പഠിച്ചപ്പോൾ അതിൽ വന്ന ആയത്തുകളാണിത്. അതിൽ നിന്നുള്ള ആയത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം എന്താ, നഖ്റഉ, ആ ആയത്തുകൾ നമുക്ക് വായിക്കാം. എന്നിട്ട് വനുഅയ്യിനുൽ ഫിഅലൽ മുദാരിഅ, അതിലുള്ള മുദാരിയായ ഫീലിനെ നമുക്ക് നിർണ്ണയിക്കാം. മിനൽ ആത്തിയ താഴെയുള്ളതിന്. അപ്പോൾ അവിടെ അങ്ങനെ വായിച്ചു നോക്കാം, യഹ്സബു അന്നമാലഹു അഖ്ലദ അല്ലേ. മുദാരിയായ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വരാനിരിക്കുന്ന കാലത്തിൻ്റെയും ഇപ്പോൾ നടക്കുന്ന കാലത്തിൻ്റെയും മേലെ അറിയിക്കുന്ന ഫീലുകൾ. അതിൻ്റെ തുടക്കത്തിൽ ഒന്നെങ്കിൽ യാന്നുണ്ടാവും, അല്ലെങ്കിൽ താന്നുണ്ടാവും, അല്ലെങ്കിൽ ആന്നുണ്ടാവും, അല്ലെങ്കിൽ നാന്നുണ്ടാവും. ഇതാണ് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് യദ്ഹബു അപ്പോൾ യാ, തദ്ഹബു അപ്പോൾ ത, പിന്നെ അദ്ഹബു പിന്നെ അ, നദ്ഹബു ന. ഇതിനൊക്കെ അർത്ഥങ്ങൾ ഓരോന്നും മാറുന്നുണ്ട്. ഇതിന് ഫുള്ളായിട്ടുള്ള രൂപങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ ചുരുങ്ങിയ രൂപത്തിൽ ആദ്യം മനസ്സിലാക്കുക. യദ്ഹബു പറഞ്ഞാൽ അവൻ പോകുന്നു, തദ്ഹബു പറഞ്ഞാൽ അവൾ പോകുന്നു, അദ്ഹബു പറഞ്ഞാൽ ഞാൻ പോകുന്നു, നദ്ഹബു പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നു. ഇനി തദ്ഹബു തന്നെ വേറെ രൂപത്തിൽ വരുന്നുണ്ട്. അത് നീ എന്ന് പറഞ്ഞാണ് പുരുഷനോട് പറയുമ്പോഴാണ്. അത് പെണ്ണിനോടാകുമ്പോൾ തദ്ഹബീന എന്നാവും. ഇങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ മനസ്സിലാക്കാൻ നിങ്ങൾക്കിപ്പോൾ ഇത്ര മനസ്സിലാക്കാനുള്ളൂ ഈ നിങ്ങളുടെ മുദാരിയായ ഫീൽഡ്. അപ്പോൾ അതിലിങ്ങനെ നോക്കിയാൽ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കി ഇതിലിപ്പോൾ യാ വരുന്ന വാക്ക് ഏതാ വന്ന് അങ്ങനെ നോക്കിയാൽ മതി. ഇതിലേതാ, യഹ്സബു. ഓക്കെ, യഫ് അലു ആ രൂപത്തിലാണ് വരിക, യഹ്സബു. അപ്പോൾ അത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇവിടെ ചെയ്താൽ യഹ്സബു എന്നാണ്.
ഈ യൗമ ഇദിൻ യസ്ദുറുന്നാസു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏതേ കാര്യം വരിക യൗമ ഇദിൻ എന്നുള്ളിടത്ത് യാ ഉണ്ട് അല്ലേ യസ്ദുറുന്നാസു ഇവിടെ എന്തുണ്ട് ഇതിൽ യസ്ദുറൂലും യാ ഉണ്ട് അപ്പം ഇതിൽ ഏതാ മുതാരി കൺഫ്യൂഷൻ ആണ്ട ഇതേ കോലത്തിൽ വന്നപ്പോൾ ഇതിലേതാ യസ്ദുറു അല്ലേ യസ്ദുറു അപ്പോൾ യഹ്സബു അന്ന മാലഹു അഹ്ലദ ഇതിൻ്റെ അർത്ഥം എന്താ നിശ്ചയമായും അവൻ അവൻ്റെ മുതൽ ശാശ്വതമായി എന്ന് വിചാരിക്കുന്നു എന്നാണ് അപ്പോൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ വിചാരിക്കും എന്ന അർത്ഥത്തിലാണ് യഹ്സബ് ഉപയോഗിക്കുന്നത് ഇവിടെ യൗമ ഇദിൻ അന്നേ ദിവസം ജനങ്ങൾ പുറപ്പെടും യസ്തുന്നാസു വിവിധ വിഭാഗങ്ങളായി പുറപ്പെടുന്ന ഞാണ്ട് സ്വൽസല സൂറത്തിലുള്ള ആയത്താണിത് അപ്പോൾ യൗമ ഇദിൻ യസ്ദു അപ്പോൾ പുറപ്പെടും അപ്പോൾ അവിടെ ഫീലായിട്ട് വരുന്നത് യൗമ ഇദിൻ എന്ന അന്നേ ദിവസം എന്നാണ് അത് ഇസ്മാണ് ഫീലല്ല അതുകൊണ്ട് അതെന്ത് യാ വന്നാലും നമ്മൾ പരിഗണിക്കേണ്ടതില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥമൊക്കെ അറിയണം ഇതൊക്കെ നമ്മൾ പാഠപുസ്തകത്തിൽ വന്നതാണ് ആ അർത്ഥമൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉസ്താദുമാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം കേട്ടോ യജിലിസു മാജിദുൻ നാളെ ഇപ്പോൾ ലിസാനുൽ ഖുർആനാണല്ലോ നന്നായി നിങ്ങളെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗപ്പെടുത്താനാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് ഓക്കെ അത് നിങ്ങൾക്കൊരു ചെറിയൊരു ഓർമ്മ പുതുക്കലിന് മാത്രമാണ് പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ യജിലിസു മാജിദുൻ വയഷ്റബു ഷായ വയഖൂലു അൽഹംദുലില്ലാഹ് മാജിദ് ഇരുന്ന് എന്ത് ചെയ്യുന്നു ചായ കുടിച്ച് അൽഹംദുലില്ലാ പറയുന്നു എന്നായി ഇപ്പോൾ യജിലിസു മാജിദും മാജിദ് ഇരിക്കുന്നു വയഷ്റബു ഷായ കുടിക്കുന്നു വയഖൂലു അൽഹംദുലില്ലാ അവൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നു ഇപ്പോൾ ഇവിടെ എന്തുണ്ട് 3 വന്നിക്കണം അല്ലേ യാളുള്ളത് നോക്കിയാൽ ഇതിരിയാണ്ട് ഇതിലും യാണ്ട് അപ്പോൾ യജിലിസു പറഞ്ഞാൽ ഇരിക്കുന്നു അത് ഫീലാണ് അല്ലേ പ്രവർത്തനമാണ് അപ്പോൾ 1 അപ്പോൾ ഇതിലൊന്നായി ഇപ്പോൾ 2 3 അല്ലേ യഷ്റബു അതെന്താ കുടിക്കുന്നു അതുമായി യഖൂലു പറയുന്നു 5 ഓരോന്നിനും 2 മാർക്ക് വീതം 10 മാർക്കാണ് കിട്ടുക അങ്ങനെ നിങ്ങൾ ഉത്തരം എഴുതിയാൽ ഓക്കെ ഇതാണ് പല കുട്ടികൾക്കും സംശയം പ്രയാസമൊക്കെ വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നത് ഓക്കെ ഇനി അടുത്ത നുക്കമ്മിലുൽ ഫറാഗ് ഒഴിഞ്ഞ ഭാഗം പൂരിപ്പിക്കാനാണ് നമ്മൾ 3ാമത്തെ പാഠത്തിൽ പഠിച്ചത് ലമാഇറുൽ മുൻഫസില എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ അവർ 2 പേര് അവർ ഇങ്ങനെ ഓരോന്നിൻ്റെയും ഇത് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അതാണ് പഠിക്കാനുള്ളത് അത് നിങ്ങൾ നന്നായി നിർബന്ധമായും കാണാതെ പഠിക്കുക ഹുവാഞ്ഞ അവൻ ഹുമാഞ്ഞ അവർ 2 പേര് ഹും എന്ന് പറഞ്ഞാൽ അവർ പല പുരുഷന്മാർ പിന്നെ ഹിയാഞ്ഞ അവൾ അതിന് തസ്നിയ രണ്ടാൾക്കാവുമ്പോൾ ഹുമാ അവർ 2 പേര് പെണ്ണുങ്ങൾ പിന്നെ അവർ പല സ്ത്രീകൾ എന്നാകുമ്പോൾ ഹുന്ന അൻത എന്ന് പറഞ്ഞാൽ പുരുഷനോട് നീ അൻതുമാ പുരുഷനോട് നിങ്ങൾ 2 പേര് അൻതും പുരുഷനോട് നിങ്ങൾ ഇനി അൻതി പെണ്ണിനോടാകുമ്പോൾ അൻതി നീ എന്നുള്ളതിന് അൻതി അൻതുമാ അപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അൻതുമാ തന്നെയാണ് നിങ്ങൾ 2 പേര് എന്നുള്ളതിന് പെണ്ണാവുമ്പോൾ എന്ത് ചെയ്യും അവനത് ജമ്മുവിന് എന്ത് ചെയ്യും അൻതുന്ന അതൊക്കെ നമ്മുടെ പുസ്തകത്തിലുണ്ട് അതങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇനി ഇവിടെ അന ഞാൻ ഇവിടെ നഹനു ഇതാണ് പൂരിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ മാർക്ക് വീതം 7 മാർക്ക് കിട്ടും അടുത്തത് ഇനി അറബിയാക്കാനാണ് നല്ലോണം ശ്രദ്ധിക്കുക നമ്മൾ മനസ്സിലാക്കുക നിൻ്റെ എന്ന് വരാൻ ക എന്ന് ആണിനോടാണെങ്കിൽ പെണ്ണിനോടാണെങ്കിൽ കീ എന്നാണ് ഇവിടെ പാണ പെണ്ണാന്നൊന്നും പ്രത്യേകിച്ചില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഏത് എഴുതിയാലും ശരിയാണ് ഞാൻ ആണാക്കി എഴുതണം എപ്പോഴും നല്ലത് ഓക്കെ നിൻ്റെ വീട് എവിടെയാണ് അതാണ് ചോദ്യം അപ്പോൾ എവിടെ എന്നുള്ളതിന് നമ്മൾ വാക്ക് പഠിച്ചു എന്താണ് ഐന അല്ലേ എന്താണ് ഐന അല്ലേ ഇനി നിൻ്റെ വീട് അതാണ് ഫസ്റ്റ് മനസ്സിലാക്കണം മലയാളം നേരെ തിരിച്ചാണ് അധികവും വരിക എല്ലാം എങ്ങനെ ആയിക്കോണമെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ എപ്പം നേരെ എവിടെ എന്നുള്ളതൊക്കെ ആദ്യത്തിൽ വരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ക്രിയ വരുന്നത് എപ്പോഴും ആദ്യത്തിൽ വരും ഓക്കെ അതിൻ്റെ പ്രവർത്തനം ചെയ്ത ആൾ അതായത് ഫായിൽ എന്ന് പറയും അയാൾ തൊട്ടടുത്ത് വരും ഇപ്പോൾ യജിലിസു സെയ്ദുൻ അല്ലേ യദ്ഹബുൽ വലദു അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് വരിക ഓക്കെ അപ്പം നമ്മൾ എന്താ ഐന ഇനി നിൻ്റെ വീടുകളിലും പണ്ടേ നമ്മൾ 1ാം ക്ലാസ് തന്നെ പഠിച്ചതല്ലേ ബൈത്തുൻ അല്ലേ അപ്പോൾ നിൻ്റെ വീട് എന്നാണെങ്കിൽ എന്താണ് ബൈത്തുക്ക ആണിനോടാണെങ്കിൽ പെണ്ണിനോടാണെങ്കിൽ ബൈത്തുക്കി അത് നിൻ്റെ പേന എന്നാണെങ്കിലോ കലമുക്ക നിൻ്റെ പേന പിന്നെ കലമുക്കി മനസ്സിലായില്ലേ കിതാബുക്കി ഹക്കീബത്തുക്കി ഇങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും ക എന്നും കീ എന്നും ചേർത്താൽ ആണിനോടും പെണ്ണിനോടും നമുക്ക് നിൻ്റെ ഇന്ന സാധനം എന്ന് പറയാൻ ഉപയോഗിക്കാം നമ്മൾ അബി എന്ന് പഠിച്ചിട്ട് എൻ്റെ എന്ന് കിട്ടാനാണ് യാ കൂട്ടുക അബി എൻ്റെ വാപ്പ കലമി എൻ്റെ പേന അത് നിൻ്റെ എന്നാണെങ്കിൽ ക ആക്കുക ഓക്കെ അപ്പോൾ ഇവിടെ എന്തായി ഉത്തരം ഐന ബൈത്തുക്ക എവിടെയാണ് നിൻ്റെ വീട് എവിടെ അപ്പോൾ ഉത്തരമായി ഇനി ബാഗ് മേശപ്പുറത്താണ് അപ്പോൾ അതിനെങ്ങനെ അറബിയാക്കുക ബാഗിനെ നമ്മൾ പഠിച്ചാണ് ഹക്കീബത്തുൻ അല്ലേ അപ്പോൾ എങ്ങനെ പറയും അൽ ഹക്കീബത്തു മേശക്ക് എന്താ 1ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ത്വാവിലത്തുൻ അല്ലേ മേശ ത്വാവിലത്തുൻ അപ്പോൾ അൽ ഹഖീബത്തു അല ത്വാവിലത്തി എന്താണ് ബാഗ് മേശമ്മലാണ് അത് നമ്മൾ നേരെ അതേമാതിരി തന്നെ പറയാം ഫേലും ഇങ്ങനത്തെ അയിന പോലത്തെ ചോദ്യങ്ങളുടെ സാധനം വരാത്തുമ്പോൾ
അവ ആ ഓർഡറിൽ തന്നെ പറഞ്ഞാൽ മതി. അത് ഓരോന്നും നമ്മളിങ്ങനെ പരിശീലിച്ച് പഠിക്കുമ്പോഴാണ് ഇത് ചെയ്യുക. ഇതേപോലത്തെ വേറെ വാക്കുകളൊക്കെ വെച്ച് കാണും ഇങ്ങനെ ചെയ്യുക. ഇപ്പം ഇനി പേന മേശപ്പുറത്താണെന്ന് പറയുമ്പോഴോ അൽ കലമു അല ത്വാബില അല്ലേ. ഇനി പേന കയ്യിലാണ് അൽ അൽ കലമു ഫിൽ യദി, ഫി എന്ന് പറഞ്ഞാൽ ഇൽ. ഇവിടെ അല എന്ന് പറഞ്ഞാൽ മേൽ, അല എന്ന് പറഞ്ഞാൽ മേൽ. അൽ കലമു അല ത്വാബിലത്തി അത വന്നില്ലേ. അൽ കലമു ഫിൽ ജൈബി, കീശയിൽ. ഇങ്ങനെ ഓരോന്നും അതിനനുസരിച്ച് നമ്മൾ പരിശീലിച്ച് പഠിച്ചാൽ നല്ല ഉഷാറ് ചെയ്യുക. ഇവിടെ 2 മാർക്കാണ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2, 2, 4. ഇനി ഇതാ പരിഭാഷപ്പെടുത്താനാണ് നുതർജിമു എന്ന് പറഞ്ഞാൽ. യദ്ഹബുൽ വലതു ഇലൽ മസ്ജിദി. യദ്ഹബു ശരിക്കും ഇതിൻ്റെ ചോദ്യമൊന്നും മലയാളത്തിൽ വായിച്ചു കൊടുക്കാനേ പാടില്ല. കുട്ടികൾ സ്വന്തം കണ്ടെത്തിയിട്ട് വായിക്കണം. അങ്ങനെയാണ് ക്ലാസ്സും ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ പല ഉസ്താദുമാരും ചെയ്തിട്ടുണ്ടോ സൗകര്യങ്ങൾക്കൊക്കെ അനുസരിച്ച്. ഓക്കെ, ഇനി യദ്ഹബു അവൻ പോകുന്നു, അൽ വലതു ആരാ പോണ്, അൽ വലതു ആൺകുട്ടി. അപ്പോൾ പിന്നെ അവൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. യദ്ഹബുൽ വലതു ആൺകുട്ടി പോകുന്നു, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്, ആൺകുട്ടി പള്ളിയിലേക്ക് പോകുന്നു. ഇതിപ്പോൾ നമ്മളെ മേലത്തെ പൂരിപ്പിക്കാൻ തന്നതിൽ വന്ന അതേ ഉദാഹരണമാണ്. യദ്ഹബു അവിടെ ഡാഷ് കൊടുത്തു അല്ലേ. അതേ അർത്ഥം. യദ്ഹബുൽ വലതു ഇലൽ മസ്ജിദി, കുട്ടി പള്ളിയിലേക്ക് പോകുന്നു. ഇനി അൻതുമാ ഞാൻ നിങ്ങൾ 2 പേരും, ആണിനോടാണെങ്കിലും പെണ്ണിനോടാണെങ്കിലും അൻതുമാ എന്ന് പറയാം. അതേപോലെ തെക്തുബാനി എന്ന് പറഞ്ഞാൽ 2 ആളോട് പറയുന്നതിനാണ്. നിങ്ങൾ 2 പേരും എഴുതുന്നു. അപ്പോൾ അൻതുമാ തെക്തുബാനി, നിങ്ങൾ 2 പേരും എഴുതുന്നു. ഇതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക, നന്നായി പഠിച്ചിട്ട് പരിശീലിക്കുക. ഇതേപോലെ വേറെ ഉദാഹരണങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ നന്നായി പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുആ വസിയത്തോടു കൂടെ.